നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ടാകും. അത്തരം സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനം സ്വന്തമായ ഒരു വീട് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ആർക്കും പുതിയൊരു സ്ഥലം കണ്ടെത്താനോ പുതിയ വീട് വയ്ക്കാനോ ഉള്ള ഒരു സാഹചര്യമല്ല. എല്ലാവരും ഇപ്പോൾ ഉള്ള വീടിനെ തന്നെ അതിനെ മുഖമിനിക്ക് ഒരു പുതിയ സ്റ്റൈലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ 20 വർഷം മുൻപുള്ളൊരു വീടിനെ നമ്മുടെ പുതിയ ട്രെൻഡായ കണ്ടംപററി സ്റ്റൈലിലേക്ക് മാറ്റിയ ഒരു പ്രോജക്റ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ടംപററി സ്റ്റൈലിൽ തികച്ചും വ്യത്യസ്തമായ ഡിസൈനിൽ തീർത്ത ഈ വീടിൻ്റെ ഏറ്റവും ആദ്യത്തെ അട്രാക്ഷൻ മുന്നിൽ കാണുന്ന പർഗോള ഡിസൈനാണ്. സിറ്റൗട്ടിൻ്റെ സൈഡിലായി ചെറിയൊരു ഗ്രീനിഷ് കോർട്ട്യാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡിന് മുകളിലായിട്ടാണ് പർഗോള കൊടുത്തിരിക്കുന്നത്. മഴ സമയത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ഭൂമിയിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് തറയോട് പാകിയിട്ടുള്ളത്. സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ. മുൻപും ഇത് ലിവിങ് ഏരിയ തന്നെ ആയിരുന്നു. പക്ഷെ മുൻപ് ഇവിടെ ഡബിൾ ഹൈറ്റിലുള്ള റൂഫാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനിടയ്ക്ക് ഒരു റൂഫ് കൂടി ചെയ്ത് ഇതുപോലൊരു ലിവിങ് ഏരിയ മുകളിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സീലിങ്ങിൽ മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഇവിടെ സീലിംഗ് ചെയ്തിട്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടി നല്ലൊരു ലുക്കാണ് ഇപ്പോൾ ഈ ഒരു ലിവിങ് റൂമിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വിൻഡോസ് സെയിം പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ ബ്ലൈൻഡിങ് മാറ്റിയപ്പോൾ അതിനൊരു പുതിയ ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലോറിങ് നമ്മൾ കംപ്ലീറ്റ് മാറ്റി. മൊസൈക്ക് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അത് കംപ്ലീറ്റ് മാറ്റി ഇപ്പോൾ വെട്രിഫൈഡ് ടൈൽസ് ആണ് ഇട്ടിട്ടുള്ളത്. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ആണ് ഈ ലിവിംഗ് റൂമിന്റെ മറ്റൊരു പ്രത്യേകത. TV യൂണിറ്റിന് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഡെക്കറേഷൻസോ ഒന്നും കൊടുത്തിട്ടില്ല, വളരെ പ്ലെയിൻ ആണ്. പിന്നെ അതിന് പ്രത്യേകമായിട്ട് നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് അതിൻ്റെ ബാക്കിലുള്ള വാൾപേപ്പറാണ്. അതിനും ഒരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ലിവിംഗ് റൂം ഒരു എലിഗന്റ് ലുക്കിലാണ് ഇപ്പോൾ റിനോവേറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് റൂമിനൊരു വൈഡ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ചുമര് കംപ്ലീറ്റ് മാറ്റിയേക്കുവാണ്. ഇവിടെ ഒരു ഡോർ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡോർ സ്പേസ് അല്ലാണ്ടുള്ള ഭാഗം കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇവിടെ പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ പോർഷനിൽ തന്നെ 2 ഗ്ലാസ് പില്ലർ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പില്ലർ വിത്ത് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 ക്യൂരിയസ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പഴയ വീടിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ ആണ്. ആ സിറ്റ് ഔട്ട് ഏരിയ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ ഒരു ചുമര് കെട്ടിയിട്ട് ഒരു ഭാഗം സ്റ്റഡി ഏരിയ ആയിട്ടും വേറൊരു ഭാഗം എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഭാഗത്ത് പൂജാ റൂമുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ പൂജാ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വളരെ മനോഹരമായിട്ടൊരു ആർട്ടിഫിഷ്യൽ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ വന്നിറങ്ങുന്നത് ഈ ഒരു ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് റൂമിൽ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫായിരുന്നു ഉണ്ടായിരുന്നത്. അതും പഴയ മോഡലിലുള്ള ഗ്ലാസ് ഡോറുള്ള ഒരു ക്രോക്കറി ഷെൽഫായിരുന്നു. ആ ഷെൽഫിനെ നമ്മൾ മാറ്റിയിട്ട് അതിൽ തന്നെ ക്രോക്കറി വെക്കാനായിട്ട് മുകൾ ഭാഗത്ത് ഒരു ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യൂരിയസ് ഐറ്റംസ് വെക്കാനായിട്ടുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ ഡ്രോയേഴ്സ്, സ്റ്റോറേജ് സ്പേസസ് ആണ് താഴെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിന് ഇരുവശത്തുമായി ക്യൂരിയസ് വെക്കാനുള്ള സൗകര്യവുമുണ്ട്. ഡബിൾ ലെയേർഡ് കർട്ടനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും ക്യൂരിയസ് അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. ഡൈനിങ് ഹാളിലെ മറ്റൊരു അട്രാക്ഷൻ റൂഫിൽ കൊടുത്തിരിക്കുന്ന ആക്രിലിക് വർക്കാണ്. ഡൈനിങ് ഹാളിനോട് ചേർന്നുള്ള വാഷ് ഏരിയയിലും വളരെ വ്യത്യസ്തമായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയയുടെ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്ന വുഡൻ പാനൽ മറ്റൊരു പ്രത്യേകതയാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് മാറി വളരെ പ്രൈവസി നൽകുന്ന രീതിയിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്.
വാഷ് ബേസിന്റെ സെലക്ഷനിലും ആ പ്രത്യേകത നമുക്ക് കാണാനാകും. കൂടാതെ റൂഫിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിംഗ് വാഷ് ഏരിയയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഡൈനിങ് ഹാളിന്റെ സൈഡിലായിട്ടാണ് കിച്ചൺ ക്രമീകരിച്ചിട്ടുള്ളത്. കിച്ചൺ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നേരത്തെ ബെഡ്റൂം ആയിരുന്നു. അത് മുഴുവനായി മാറ്റി വളരെ മനോഹരമായ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. യൂട്ടിലിറ്റി സ്പേസ് ധാരാളം നൽകിയാണ് കിച്ചണിന്റെ ഡിസൈൻ. കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്ന ഓപ്പണിംഗ് വളരെ അട്രാക്റ്റീവാണ്. പഴയ വീട്ടിലെ കിച്ചണാണ് ഇപ്പോൾ ഈ ഒരു ബെഡ്റൂം ആക്കി മാറ്റിയിട്ടുള്ളത്. അതുപോലെ ഈ ബെഡ്റൂമിന്റെ രണ്ട് സൈഡിലായിട്ടും രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പർപ്പിൾ ആൻഡ് ക്രീം കളറാണ് ഈ റൂമിനായിട്ട് ഒരു തീം ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു തീമിന് മാച്ച് ചെയ്യുന്ന ബ്ലൈൻഡ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബെഡിന്റെ ബാക്ക് സൈഡിലായിട്ട് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാൾപേപ്പറും ഈ ഒരു റൂമിന്റെ തീമിന് വളരെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ഒരു സ്റ്റെയർ കേസ് ഏരിയ. ഈ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. പിന്നെ ടൈൽസും മാറ്റിയിട്ടുണ്ട്. ബാക്കി സ്റ്റെയർ കേസിന്റെ പൊസിഷനൊക്കെ അതുപോലെ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ഇത് സ്റ്റെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ മേക്ക് ചെയ്തിട്ടുള്ള ഒരു CNC വർക്കാണ്. സ്റ്റെയർ കയറി വരുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ലിവിങ് ഏരിയ. കാരണം താഴത്തെ ലിവിങ് ഏരിയയുടെ ഡബിൾ ഹൈറ്റ് ഉണ്ടായിരുന്ന ഏരിയയിൽ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ ഒരു റൂഫാക്കി ഉണ്ടാക്കിയതാണ് ഈ ഒരു ലിവിങ് ഏരിയ. ഈ ലിവിങ് ഏരിയയുടെ ഈ സൈഡിലായിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടൊരു ബാർ കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലും ഒരു തീം യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്രൗൺ ക്രീം കളർ തീമാണ് മാസ്റ്റർ ബെഡ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡിന് പിറകുവശത്തായിട്ട് നമ്മൾ താഴത്തെ റൂംസിൽ കണ്ടതുപോലെ തന്നെ വാൾപേപ്പറും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡിന്റെ രണ്ട് സൈഡിലും ഓരോ സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും ഉണ്ട്. ബെഡിന്റെ ബാക്കിലായിട്ട് അതിന്റെ ഒരു ബോർഡർ പോലെ തന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റിംഗ് ആണ് റൂമിന്റെ പ്രധാന അട്രാക്ഷൻ. അത് നമുക്ക് ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇത് അബിയുടെ റൂമാണ്. ഈ റൂമിലെ എല്ലാ കാര്യങ്ങളും കളർ പാറ്റേൺ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ അറേഞ്ച്മെന്റ്സും അബിയുടെയും കൂടി ഒരു ഇൻവോൾവ്മെന്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു തീമിലാണ് ബെഡും അതുപോലെ തന്നെ ഇവിടെയുള്ള കർട്ടൻസ് ആണെങ്കിലും വാർഡ്രോബ് ആണെങ്കിലും ബുക്ക് ഷെൽഫ് ആണെങ്കിലും എല്ലാം ആ ഒരു കളർ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ബുക്ക് ഷെൽഫും വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബുക്ക് ഷെൽഫിനും അതുപോലെ തന്നെ ക്യൂരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് വയ്ക്കണമെങ്കിലും ആ ഒരു സൗകര്യം എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു റൂമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അബിക്ക് വരയ്ക്കാനും അതുപോലെ തന്നെ എഴുതാനും ഒക്കെ താല്പര്യമുള്ള ഒരു കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ കൺസീൽഡ് ആയിട്ടുള്ള ഒരു ടേബിളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വരയ്ക്കാനും എഴുതാനും ഒക്കെ ഈ ഒരു ടേബിളും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഈ വീടിപ്പോൾ നമ്മൾ കണ്ട രീതിയിലേക്ക് റെനോവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ടും നമ്മുടെ ക്ലയൻറ്റായ മിസ്റ്റർ അനിൽ സാറും സാറിൻ്റെ ഫാമിലിയുടെയുമാണ്. നമ്മൾ എന്ത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞാലും അവർ പൂർണ്ണമായും നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമുക്കൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് ഈ വർക്ക് ഇത്ര മനോഹരമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. Gazella Interiors, beyond your dreams.